പത്തനംതിട്ട പോക്സോ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പീഡനത്തിനിരയായ പെൺകുട്ടി പ്രതികളെ ബന്ധപ്പെട്ടത് അച്ഛന്റെ ഫോണിൽ നിന്നാണെന്നാണ് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തൽ. ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാറിനാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. വലിയൊരു ഞെട്ടലുണ്ടാക്കിയ വെളിപ്പെടുത്തലാണ്. 60-ൽ ഏറെ ആളുകൾ പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. അതിലിപ്പോൾ ഈ പരിശീലകരുണ്ട്, സഹകായിക താരങ്ങളുണ്ട് എന്നൊക്കെയുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2 വർഷത്തിനിടയിലാണ് 60-ലേറെ പേർ പീഡിപ്പിച്ചത് എന്നൊരു വെളിപ്പെടുത്തൽ കൂട്ടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഒപ്പം ഈ കേസിന്റെ പോക്കെങ്ങനെയാണ്? ഈ സന്നദ്ധ സംഘടനകൾ ഇത്തരത്തിൽ പല മേഖലകളിലും ഈ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ആയി ചേർന്ന് ഒരു സർവേയും അതുപോലെ തന്നെ ഗൃഹസന്ദർശനവും ഒക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മേഖലയിൽ, പത്തനംതിട്ട ജില്ലയിലെ ഒരു മേഖലയിൽ നടത്തിയ സർവേ ഇത്തരത്തിലുള്ള ഗൃഹസന്ദർശനത്തിലാണ് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അതിനുശേഷം ആ പെൺകുട്ടി വളരെ കൃത്യമായ രീതിയിൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. തനിക്ക് സംസാരിക്കണം, ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് CWCയെ ഈ സന്നദ്ധ സംഘടന ബന്ധപ്പെടുന്നത്. എന്തായാലും ആ സന്നദ്ധ സംഘടന അധികൃതർ CWCയെ പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നു. ആ CWCയുടെ കൗൺസിലേഴ്സ് സംസാരിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തറിയുന്നത്. കേവലം ഒരു 15 വയസ്സ് മുതൽ തുടങ്ങിയത്, ഇപ്പോൾ പെൺകുട്ടിക്ക് 18 വയസ്സായി, 15 വയസ്സ് മുതൽ തുടങ്ങിയ പീഡനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ആദ്യഘട്ടത്തിൽ പീഡനം നടക്കുന്നു. അത് വീടിന് പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു പീഡനം നടക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് സ്കൂളുമായി ബന്ധപ്പെട്ട് കായിക താരമായിരുന്നു, അതിൽ ചില ആളുകൾ പീഡിപ്പിക്കുന്നത്. അത് ചില സ്ഥലങ്ങളടക്കം കൃത്യമായ രീതിയിൽ പെൺകുട്ടി പറയുന്നുണ്ട്. അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പരിസരം, പത്തനംതിട്ട ചുട്ടിപ്പാറ മല അടക്കമുള്ള ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അത് സംഘം ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പെൺകുട്ടി പിന്നീട് ഈ ആളുകളിലേക്ക് വീണ്ടും പോകാൻ നിർബന്ധിതരായി എന്ന് പറയുന്നു. എന്തായാലും 5 പേരുടെ അറസ്റ്റ്. അത് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം, ഈ പെൺകുട്ടിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ ആളുകൾ വിളിച്ചിരുന്നതും. അച്ഛന്റെ മൊബൈൽ ഫോൺ മുഖാന്തരമാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിരുന്നതും. ഇതിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഈ ആളുകളുടെ ഏറ്റവും ഒടുവിൽ ഈ ഫോൺ പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നു. അങ്ങനെയാണ് 32 നമ്പർ, അത് ഈ ഫോണിൽ തന്നെ സേവ് ചെയ്തിരുന്ന 32 നമ്പറാണ്. അതിൽ ഏറ്റവും ഒടുവിൽ 5 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ തന്നെ റാന്നി പോക്സോ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. മറ്റൊരു പോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതിയും ഈ കേസിൽ പ്രതിയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം. അയാൾ ഇപ്പോൾ മറ്റൊരു കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ജാമ്യം ലഭിച്ചിട്ടില്ല, ശിക്ഷ അനുഭവിക്കുകയാണ്. അയാളും ഈ കേസിൽ പ്രതിയാണ്. അയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 13ഓളം പേരുടെ പേരുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 60 പേരുകൾ കൃത്യമായ രീതിയിൽ ഈ പെൺകുട്ടിക്ക് ഓർമ്മയുണ്ട്. അവരുടെ വീടുകൾ ഓർമ്മയുണ്ട്. അവരുടെ കൃത്യമായ ഒന്നില്ലെങ്കിൽ അവരെ കുറിച്ച് അവരെ ബന്ധപ്പെടാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ പെൺകുട്ടിക്ക് ഓർമ്മയുണ്ട്. ഇത് കൂടാതെ ഒരാളുടെ പേരിൽ കൃത്യമായ രീതിയിൽ ആ പെൺകുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല, പക്ഷേ ഏതാണ്ട് രൂപസാദൃശ്യം ആ പെൺകുട്ടിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ വെച്ച് ഒരു മൊഴിയെടുപ്പ് നടക്കുകയാണ്. അതിനിടയിലാണ് മൊബൈൽ ഫോണിന്റെ പരിശോധന നടക്കുന്നത്. ചില ദൃശ്യങ്ങളടക്കം ഈ മൊബൈൽ ഫോണിലുണ്ട്, പീഡന ദൃശ്യങ്ങളടക്കം ഈ മൊബൈൽ ഫോണിലുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട DYSP നന്ദകുമാർ ഈ സംഘത്തെ നയിക്കും. പത്തനംതിട്ട SP VG വിനോദ് കുമാറാണ് ഈ സംഘത്തിന്റെ മുഴുവൻ മേൽനോട്ട ചുമതലയും വഹിക്കുന്നത്. എന്തായാലും നിർണായകമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. CWC ചെയർമാൻ നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു കേസ് പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി അടക്കം ഇന്നലെ രാത്രി വൈകിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ വരുന്നയാളാണ്. അങ്ങനെയാണ് ഈ ഫോൺ അടക്കം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പെൺകുട്ടിക്ക് അവസരം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. എന്തായാലും ഒരു 15 വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടി കൃത്യമായ രീതിയിൽ ഇത്രയധികം ആളുകൾ പീഡിപ്പിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് ഉണ്ടാകാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്.
ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള മൊഴിയെടുപ്പ്, നമ്മൾ ഈ പറയുന്ന പോലെ കേസ് എന്നൊക്കെ പറയുമ്പോൾ മൊഴിയെടുപ്പ് അത്തരം കാര്യങ്ങളിലൂടെ ഒരു ചെറിയ കുട്ടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ സാന്നിധ്യത്തോടു കൂടെ മാത്രം ആ കുട്ടിയെ ഇതിന് വിധേയമാക്കുക. പക്ഷേ എപ്പോഴും മാതാപിതാക്കളും ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം, ഇപ്പോൾ ശ്രീജിത്ത് പറയുന്നുണ്ടായിരുന്നു അവസാനം എല്ലാ ദിവസവും പിതാവ് മദ്യപിച്ചു വരുന്നു. കുടുംബ പശ്ചാത്തലമൊക്കെ ഇതിൽ എങ്ങനെയാണ് ബാധിച്ചത് ആ കുട്ടിയെ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ, അത് അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഏതാണ്ട് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൃത്യമായി എന്തൊക്കെ സംഭവിച്ചു, ഇത് മുതലെടുത്തത് ആരാണ്, അവരൊക്കെ എന്തായാലും നിയമത്തിന് മുന്നിൽ വരികയും വേണം, കൊണ്ടുവരികയും വേണം. തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് സ്വാതന്ത്ര്യത്തോടുകൂടെ അവരുടെ കാര്യങ്ങൾ പറയാനും അവർക്ക് വേണ്ട എല്ലാ നല്ല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാനും, കാരണം നമ്മുടെ ജനിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ കുടുംബത്തിൽ ജന്മം എടുക്കുന്നു. അത് ചിലപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായിരിക്കാം. പക്ഷെ എന്തായാലും നമ്മുടെ തലവര മാറ്റാൻ നമുക്കാകും, അതിനുള്ള സാഹചര്യം കൂടെ ഒരുക്കപ്പെട്ടാൽ. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ട മാതാപിതാക്കളാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. യെസ്. അപ്പോൾ എന്തായാലും അതിൽ അന്വേഷണം നടക്കട്ടെ. അത് കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വരികയും ചെയ്യുന്നു.